നമ്മുടെ ഇന്ത്യയും കേരളവും അടിസ്ഥാനപരമായി കാർഷിക സംസ്ഥാനവും രാജ്യവുമാണ്. കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കർഷകരുടെ മുറവിളി എക്കാലത്തും കേൾക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ വിഷയം മാത്രം നമുക്ക് നടത്താൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്യജീവി ആക്രമണം മുതൽ കൃഷിനാശം, റബ്ബറിന് വിലയില്ലായ്മ, ഇങ്ങനെ ഒരുപാട് മുറവിളി കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷക ആത്മഹത്യ ഇതൊക്കെ ഉണ്ടാവുന്നു, വലിയ വാർത്തകളുമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കർഷകർക്ക് ഒരുപക്ഷെ ഒരു പ്രഷർ ഗ്രൂപ്പായി നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ വെക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇവരെല്ലാം ഇല്ലാണ്ടാവുകയാണ്, അല്ലെങ്കിൽ വാനിഷായി പോകും. ഇതെന്തുകൊണ്ടാണ്? കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ എന്നും സജീവമാണ്. അത് ഓരോ വിഷയം എടുത്തു നോക്കിയാൽ, ഓരോ പ്രദേശം എടുത്തു നോക്കിയാൽ, ഓരോ വിള എടുത്തു നോക്കിയാൽ ഇതെല്ലാം സജീവമാണ്. ഇപ്പം നെൽകർഷകർ, അവർക്ക് കുടിശ്ശിക കിട്ടുന്നില്ല. റബ്ബർ കർഷകർക്ക് ഈ അടുത്ത ദിവസം വരെ വിലയില്ലായിരുന്നു. നാളികേര കർഷകൻ മാർക്കറ്റില്ല. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നവന് ആ സമയമാകുമ്പം വിലയില്ല. ഇപ്പോൾ വാഴയാണ് ചെയ്യുന്നതെങ്കിൽ കാറ്റ് വരുന്നു, ഒടിഞ്ഞു പോകുന്നു, നഷ്ടപരിഹാരം ഇല്ല, ഇൻഷുറൻസ് ഇല്ല. മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നയാളിനും വെള്ളം കയറി കഴിഞ്ഞാൽ മൊത്തം നഷ്ടമാണ്, ഉൽപ്പാദനത്തിനനുസരിച്ചുള്ള വരുമാനമില്ല. ഇങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു മേഖലയെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ ലാഭത്തിലാണ്? ഇല്ല, എല്ലാം തകർന്ന് തരിപ്പണായി കിടക്കണം. അതെ. അപ്പോൾ സംഘടനാ പ്രശ്നമാണോ? അതുമല്ല. ഇപ്പം ഗവൺമെൻറ്റിൽ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കപ്പെടുന്ന 22 കർഷക സംഘടനയുണ്ട്. അത് മിക്കതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു മുന്നണിയാണ്. ഈ 22 കർഷക സംഘടനകളെ കൃഷിമന്ത്രി വിളിച്ചാൽ വരുന്നത് 8 ഉള്ളൂ. കഴിഞ്ഞ തവണ കൃഷിമന്ത്രി വിളിച്ചപ്പോൾ ഞാൻ പോയി, എൻ്റെ സംഘടനയുടെ പ്രതിനിധിയായിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ 8 പേരേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ് 22 പേരെ വിളിച്ചതിൻ്റെ ലിസ്റ്റ് ഇവിടെയുണ്ട്, പക്ഷേ 8 പേരേ വന്നിട്ടുള്ളൂ. അതങ്ങനെ. എന്നാൽ കർഷക സംഘടനകളുടെ എണ്ണം ഉച്ചകോടി നടന്നു, കർഷക സംഘടന ഉച്ചകോടി. എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സന്തോഷം, എത്ര പേര് വരും? 316 ആളുകളോ സംഘടനകൾ 316 കർഷക കേരളത്തിൽ. അത് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതുണ്ട്, ചെറിയ പ്രാദേശികമായിട്ടുള്ളതുണ്ട്. പക്ഷേ ഈ പ്രാദേശികമാണ് എങ്കിൽ പോലും വലിയ വിഷയങ്ങളാണ് അവർ നേരിടുന്നത്. ഇപ്പോൾ വന്യജീവി പ്രശ്നം, 54 അസംബ്ലി മണ്ഡലങ്ങളിൽ വന്യജീവി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ 3-1 മുകളിൽ. എന്നിട്ട് അവരെല്ലാം കൂടെ സംഘടിച്ചു, ഈ പ്രോഗ്രാമിന് വന്നു. കേരളത്തിലെ 2 സ്ഥലത്ത് വെച്ച് ഈ പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൽ വന്നെത്തിയ 316 പേര് മുന്നോട്ട് വെച്ച വന്നു. ഗംഭീര പരിപാടിയായിരുന്നു. കാരണം സംഘാടകത്വം അത്ര ഗംഭീരമായിരുന്നു. ഓരോരുത്തരും മുന്നോട്ട് വെച്ച വിഷയം വളരെ ഗൗരവതരമായിരുന്നു. ഇപ്പോൾ കൊക്കോ കർഷകനെ സംബന്ധിച്ച് വില കൂടി, പക്ഷേ ആ വില സ്ഥിരമല്ല. അല്ലെങ്കിൽ ഏലം കർഷകൻ വല്ല കാലത്തും കിട്ടും, അവൻ ചൂഷണ വിധേയമാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഉൾനാടൻ മത്സ്യകൃഷി, ഏത് മേഖല എടുത്താലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പക്ഷിപ്പനി വന്നു, താറാവുകാർ വലിയ പ്രശ്നത്തിലാണ്. ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് ചർച്ചയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു. സ്വകാര്യ ഏജൻസികളുടെ ചൂഷണത്തെക്കുറിച്ച്, നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ച്, തൊഴിലാളി വിഷയത്തെക്കുറിച്ച് എല്ലാ ചർച്ചയും നടന്നു. ഇതെല്ലാം നടക്കുന്നത് പാർലമെൻറ്റ് ഇലക്ഷന് 2-3 മാസം മുമ്പാണ്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ടൈമിംഗ് ആണല്ലോ. ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് മാറാനും എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, പ്രതിപക്ഷത്തുള്ള പാർട്ടി, നിങ്ങളുടെ അഭിപ്രായം പറയൂ, നിങ്ങളുടെ നിലപാട് വിശദീകരിക്കൂ. പ്രതിക്കൂട്ടിലാവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഇത് ഗംഭീര സംഭവമാണല്ലോ എന്ന് ഞാനും ഓർത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പിന്തുണ തരാൻ തയ്യാറാണ്, ഞാനൊരു കർഷകനാണ്, എനിക്ക് ഈ വേദന അനുഭവിക്കുന്ന ചെയ്യാം, ശരി നമുക്ക് തകർക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇലക്ഷൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മുമ്പേ സുല്ലു പറഞ്ഞ പോലെ ആവിയായിപ്പോയി. ഒന്നുമില്ല കണ്ടുപിടിക്കാൻ, ഒരു ശബ്ദം പോലും ഇല്ല. ഞാൻ പല ആൾക്കാരെ വിളിച്ചു, അല്ല നമുക്ക് അതിനിപ്പോൾ ഇലക്ഷനൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ആരെയും കിട്ടുകയില്ല. ഈ കർഷകൻ ഇലക്ഷൻ വരുമ്പോൾ കർഷകനല്ല, അവൻ രാഷ്ട്രീയക്കാരനാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയം പോലും ഇല്ല, അവൻ മതമായി, ജാതിയായി, തിരക്കിലായി. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും കർഷകൻ. അതെ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാമ്പളാനി പിതാവ് പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു MBA തന്നാൽ, അല്ല 300 രൂപയ്ക്കൽ MBA തരാമെന്ന്. ഇലക്ഷൻ കാലത്തില്ല. ഇലക്ഷൻ കാലത്ത് പിതാവും ഇല്ല, പിതാവിൻ്റെ പ്രഖ്യാപനവും ഇല്ല. അപ്പോൾ ഈ കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ കൃഷിക്കാരൻ്റെ പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കപ്പെട്ടില്ല. കാരണം ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് കർഷകൻ തിരിച്ചറിയാത്തത് എന്താ? കർഷകൻ സത്യത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ കർഷകൻ, ഇത് ഗൗരവമായി ഞാൻ പഠിച്ചൊരു വിഷയമാണ്. കേരളത്തിൽ കർഷകരില്ല. കറക്റ്റ്, ഞാനിപ്പോൾ ആലോചിച്ചാണ്, കേരളത്തിൽ കർഷകരില്ല. കേരളത്തിൽ വലിയ ബുദ്ധിമാന്മാരാണ് കേരളത്തിലെ കർഷകർ.
അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റബ്ബർ, ഇപ്പം ഞാൻ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ആളാണ്. ഇപ്പോൾ കേരളത്തിൽ റബ്ബർ സ്ലോട്ടർ ടാപ്പ് കഴിഞ്ഞു, മരം മുറിച്ച് കഴിഞ്ഞാൽ അവിടെ റബ്ബർ വെക്കുന്നില്ലല്ലോ. അവിടെ വെക്കുന്ന ആ കൈത കൃഷിക്ക് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും റംബൂട്ടാൻ വെച്ചോളൂ, ഹിനോസാൻ വെച്ചോളൂ, അല്ലെങ്കിൽ മാംഗോസ്റ്റിൻ വെച്ചോളൂ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചോളൂ, റബ്ബർ വേണ്ട. ഇവൻ ബുദ്ധിമാനാ. അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണെങ്കിൽ ഇത്ര മാസം കൊണ്ട് വിളവെടുക്കാം, ഇത്ര വർഷം കൊണ്ട് വിളവെടുക്കാം, ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല പണം കിട്ടും, റബ്ബർ 7 വർഷം കാത്തിരിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, റബ്ബർ കർഷകൻ സ്കൂട്ടായി എന്ന് പറയാം. അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് മക്കളെ എന്ത് ചെയ്തു? മക്കളെ കാനഡയ്ക്ക് വിട്ടു, ബ്രിട്ടന് വിട്ടു, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്. തീരുവാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ ഒരിക്കൽ നമ്മുടെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു തീവണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ വളരെ സീനിയറായിട്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ച ഒരു പ്രമുഖനായ ഇടതുപക്ഷ നേതാവ്, വളരെ സീനിയറാണ് അദ്ദേഹമുണ്ട്. എനിക്ക് വളരെ മുമ്പേ അറിയാം, ഒരുപാട് കാലമായിട്ട് സൗഹൃദം. അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുക, വണ്ടി വരുന്നത് വരെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പാവങ്ങളുടെ, കേരളത്തിലെ പാവങ്ങൾ എന്ന് മറ്റേ പറഞ്ഞപ്പോൾ പുള്ളിനോട് പറയുകയാണ്, പാവങ്ങളോ കേരളത്തിൽ പട്ടിണിക്കാരില്ല ഇല്ല എന്ന് പറയുന്ന പോലെ കേരളത്തിൽ കൃഷിക്കാരുമില്ല, അല്ലേ? കൃഷിക്കാരില്ല. കേരളത്തിലെ കൃഷിക്കാർ മുഴുവൻ മുൻകൂർ ജാമ്യമെടുത്ത് നേരത്തെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തിലുള്ള കൃഷിക്കാരുടെ മക്കളെ നോക്കൂ, അവരെവിടെയാണ്? അവർ ഇന്ത്യയിൽ പോലും ഇല്ല. അപ്പോൾ പിന്നെ കാരണം വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവിടെയുള്ള ആളുകൾക്ക് കൃഷി അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, എഡ്യൂക്കേറ്റഡ് അല്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അവർ കൃഷി കൊണ്ട് ജീവിക്കുകയാണ്. കേരളത്തിൽ കൃഷി കൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റും? ജീവിക്കാൻ പറ്റില്ല. കൂലി. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു വീട്ടിൽ ഞാനിരിക്കാം, അരൂർ ഭാഗത്താണ്. അപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് സമയമുണ്ട്, ഒരു കർഷകൻ്റെ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തെങ്ങ് കർഷകൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഈ തെങ്ങും തോട്ടമൊക്കെ ഇത്ര കാട് പിടിച്ച് കിടക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷം മുമ്പ് ഒരു ജോലിക്കാരന് വന്നാൽ 14 തെങ്ങിൻ്റെ മൂട് കിളച്ച് മൂടും. അതിനൊരു കണക്കുണ്ട്, ഓലയുടെ അറ്റത്തുനിന്ന് വെള്ളം വീഴുന്ന അത്രയും വട്ടത്തിലാണ്. വട്ടത്തിലെടുക്കും. ആ തടത്തിന്റെ കണക്കായി പറഞ്ഞു. ആ തെങ്ങിന്റെ ഓലയുടെ അഗ്രത്തുനിന്ന് വെള്ളം വീഴുന്ന അത്ര ദൂരം, ഒരു തുള്ളി വെള്ളം പോകത്തില്ല, വെള്ളം അവിടെ അകത്ത് സംഭരിക്കാൻ വേണ്ടി. അന്ന് 14 തടവ് ഒരാളെടുക്കും. ഇന്ന് ഒരാൾ 4 തടവെടുക്കുകയില്ല. അന്ന് 14 തടവെടുക്കുന്ന കാലത്ത് ഒരു ദിവസത്തെ കൂലി 250 രൂപയാണ്. ഇന്ന് 1200 രൂപയാണ്. 4 തടവെടുക്കും. ഒരു തടത്തിന് 300 രൂപ. ആ തടത്തിന് കുടവട്ടമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ വലിപ്പമില്ല. അവൻ നോക്കും, അവനിത് അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഓലയുടെ തുഞ്ചത്തുനിന്ന് വരും അവസാനത്തെ തുള്ളി വെള്ളവും സ്റ്റോർ ചെയ്യാനാണെന്നുള്ള ബോധമില്ല. മാത്രമല്ല 14 എങ്ങനെ 4 ആവും? ഇപ്പം എൻ്റെ സ്വന്തം കാര്യം പറയാം. എനിക്ക് 1.5 ഏക്കർ നെൽപ്പാടമുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ആ നെൽപ്പാടം മുഴുവൻ പണിയും ചെയ്യാൻ 23 പേര് മതി. അത് കഴിഞ്ഞത് 73 പേരായപ്പോൾ നഷ്ടമായി. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞ്, രക്ഷയില്ല, ഇനിയിപ്പം നമ്മൾ റബ്ബർ വെട്ടി പൈസ നെല്ലിലോട്ട് കൊടുക്കണ്ട, നമുക്ക് അരി വാങ്ങിച്ചാൽ മതി. അതാണ് ലാഭം. തരിച്ചിട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് അത് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതായത് കൃഷി ചെയ്ത് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കൂലി വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനകത്ത് വലിയ പ്രശ്നമാണ്. തമിഴ്നാട്ടിലോ മറ്റു സംസ്ഥാനത്തോ ചെല്ലു, വേണ്ട കർണാടകത്തിൽ, വേണ്ട കാസർഗോഡ്. ഞാൻ കാസർഗോഡിൻ്റെ മലയോര പ്രദേശങ്ങളിൽ അടയ്ക്ക കർഷകരുടെ ഇടയിൽ യാത്ര ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഈ തൊഴിലുറപ്പ് വന്നതോടെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമായി. അതെന്താ പ്രശ്നം? തൊഴിലുറപ്പിന് ഇപ്പം 330 രൂപ ആയില്ലേ? ഞങ്ങളിവിടെ 260 രൂപയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരികയല്ല, തൊഴിലുറപ്പിന് രൂപമാണ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പോലും വളരെ തുച്ഛമായ കൂലി ഉണ്ടായിരുന്നത് ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഒപ്പം കൊടുക്കണം എന്നായി. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഡെയിലി 1200 രൂപയായി. ഏത് കൃഷി ചെയ്താൽ 1200 രൂപ പണിയിക്കാൻ പറ്റും? അല്ല, ഇതിന് ഉത്തരവാദികൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ അല്ലേ? വേതനം കൂട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യമായി പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് അജണ്ടയിൽ ഇല്ലാണ്ടായി. അത് തന്നെ, അജണ്ടയിൽ പ്രൊഡക്ഷൻ ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കർഷക തൊഴിലാളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കർഷക തൊഴിലാളി വരുന്നത് കാറിലാണ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ തൊഴിലാളികൾ കാറിലാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലും കാറിലാണ് വരുന്നത്, ബൈക്കിലാണ് വരുന്നത്. ഇപ്പോൾ കാറിൻ്റെ 3 ഇരട്ടി വിലയുള്ള ബൈക്കിൽ വരും. അപ്പോൾ അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി. അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ കൃഷിക്കാരൻ്റെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചതിൽ നമുക്കുള്ള അതൃപ്തിയോ അസൂയാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ കൂലി കൂട്ടി കൊടുത്താൽ പിന്നീട് സംഭവിക്കുന്നത് ഈ കർഷക തൊഴിലാളി എന്നുള്ള ഒരു വിഭാഗം ഇല്ലാണ്ടായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അതായത് പറമ്പ് കളയ്ക്കാൻ വന്ന ആൾ
അയാളുടെ കൂലി കൊടുക്കുന്ന സമയത്ത് ഓട്ടോ കൂലിയും കൂടെ ചോദിക്കുക. അതെന്താ? രാവിലെ ഇങ്ങോട്ട് വന്ന കൂലി, വൈകിട്ട് തിരിച്ചു പോകേണ്ട കൂലി. പണ്ടിതില്ല, തൊട്ടടുത്താണ്, നടന്നു പോകാനേ ഉള്ളൂ എങ്കിലും. അപ്പോൾ അയാൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്നല്ല, ചോദിക്കുന്നത് തെറ്റാണ്. ആ ആണ്, അല്ല തെറ്റാണെന്നല്ല. ഇപ്പം ഞാൻ ഓഫീസിൽ വരുന്നതിന്റെ ചിലവ് ഞാൻ വഹിക്കണം. എല്ലാവരും അങ്ങനെയല്ലേ? സർക്കാർ ജോലി ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ എന്ന് പറയുന്ന സർക്കാർ ജോലി സ്വന്തം ചെലവിലല്ലേ പോകുന്നത്? അതെ അതെ. അല്ല, അവർക്ക് വേണേൽ TA DA HR അല്ല, യാത്രയ്ക്കുള്ള പറ്റില്ല 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 അത് കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ അതുപോലും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക ക്ലാസ് ആക്കി വളർത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരമാണ്. അതെ അതെ, പറഞ്ഞത് ശരിയാ. അതായത് തൊഴിലാളി എല്ലാവരും സംരക്ഷിക്കണം, തൊഴിലാളിക്കുള്ള ക്ഷേമനിധിയുടെ പൈസ അടയ്ക്കണം, ക്ഷേമനിധി കിട്ടുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. അതായത് ഒരു വലിയ വരേണ്യവർഗമായി തൊഴിലാളിയെ ഉയർത്തി, നല്ല കാര്യമാണ്. പക്ഷെ അവരുടെ തൊഴിൽ മേഖല ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഇവൻ നാളെ വീഴാൻ പോകുന്നത് പടുകുഴിയിലേക്കാണ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇത് പറ്റി. ഇപ്പം മരം പണിയുന്ന ആശാരിമാർ ഇപ്പം തൊഴിലില്ല, സ്വർണം പണിയുന്നവർ ഇപ്പം തൊഴിലില്ല, ഇനി കല്ല് പണിയുന്നവർ തൊഴിലില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇതുപോലെ ഈ കൂലി കൂട്ടിക്കഴിയുമ്പം ആ കൂലിയെ വേണ്ടാന്ന് വെക്കും. മരം വേണ്ട, ഇരുമ്പ് മതി. ഇപ്പം ഭാരതത്തിന്റെ സാധനങ്ങൾ വേണ്ട, സ്റ്റീലിലുണ്ടാവുന്ന സാധനം കിട്ടും, മേടിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അതെ അതെ. അപ്പോൾ ഈ ശരിക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കർഷക സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ പറഞ്ഞാൽ മതി, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ചിറകുകളാണല്ലോ ഇതെല്ലാം. അവർ കേരളത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, സത്യമാണ്. കേരളം ഇത് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് വലിയ ഭീകരമായ അവസ്ഥ. കേരളത്തിന് അറിയാം, പക്ഷേ അത് എൻ്റെ പാർട്ടിയെ ബാധിക്കുമോ ഞാൻ പറഞ്ഞാൽ? ഇതാണ് പ്രശ്നം. അതാണ്. ഇപ്പോൾ നമ്മുടെ മലയാളിയെ പോലെ ഇത്രയും പൊളിറ്റിക്കലൈസ് ചെയ്ത, ഇപ്പം ഞാൻ ഒരു കുഴപ്പം ചെയ്താൽ താങ്കളത് കാണുകയാണ്, എൻ്റെ പാർട്ടിക്കാരനാണ് കണ്ടിൽ നോക്കും, എതിർ പാർട്ടിക്കാരനാണല്ലോ, ഞാൻ കുഴപ്പം ചെയ്യണ്ട, കുഴപ്പം ചെയ്യാൻ ആലോചിക്കുന്നു തോന്നിയാൽ അപ്പോൾ പ്രശ്നമാവും. ഇതിനകത്തുള്ള മലയാളിയുടെ ഒരു എന്താ ഹിപ്പോക്രസിയോ ഹിപ്പോക്രസി ഒന്നുമല്ല, നിർലജ്ജമായ ഒരു മാനസികാവസ്ഥ. അത് ഇപ്പം നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യാത്ത അറിയില്ല. കേരളം ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു കണക്ക് കേട്ടത്, ഇന്ത്യ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ജനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമായി മാറുമ്പോൾ കേരളം വൃദ്ധന്മാരുടെ നാടാവുമ്പോഴാണ്. സത്യമാണ്. അല്ല, ഇപ്പോൾ തന്നെ അതെ. ഇപ്പം നമ്മൾ വീടുകളിൽ സമ്പർക്കമില്ല, വീടുകളിൽ പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് മക്കളെല്ലാം വിദേശത്താണ്. ഒന്നെങ്കിൽ കേരളത്തിന് പുറത്ത്, ഒന്നെങ്കിൽ ബാംഗ്ലൂർ, അതെ, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനും ജോലിക്കും വേണ്ടി പോയി കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ബാംഗ്ലൂർ പോയി പഠിക്കുന്നു. അതാണ്. അപ്പോൾ നമുക്ക് കേരളം ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃഷിക്കാരനെ കുറിച്ചും കർഷകനെ കുറിച്ചും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്നും നമ്മൾ ആലോചിക്കുന്നത് തമിഴ്നാട് അരി ഉണ്ടാക്കുന്നുണ്ട്, ആന്ധ്ര അരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമുക്കെന്താണ് അവസാനം കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു കർഷക സംഘടനയുടെ നേതാവ്, കർഷക സംഘടനയുടെ സ്ഥാനമൊക്കെ പോകട്ടോ, അധികം കാലം ഉണ്ടാവില്ലല്ലോ, കർഷകരില്ല. അപ്പോൾ ആ പണി പോയി. അപ്പോൾ എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി? കേരളം ഒരു റെസിഡൻഷ്യൽ കോളനി ആയിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ കാലാവസ്ഥ നല്ലതാണ്, അതുകൊണ്ട് എന്നും AC ഒന്നും വേണ്ടല്ലോ. പക്ഷെ പകുതി വേണം, ഭയങ്കര ചൂടായി കൂടി വരുവാണ്. അപ്പോൾ കേരളം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് മാറുകയും ഇവിടെ കൃഷി എന്നുള്ള കാര്യം നിശേഷം ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഇല്ലാതാവുന്നു. ഇപ്പം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന വീടുകളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ബൈ റോഡിൽ കയറും നൂറുകണക്കിന് വീടുകൾ, കോളനികൾ, വലിയ വലിയ വീടുകൾ. ഇടുക്കി ജില്ലയിൽ പോയാൽ എറണാകുളമാണെന്ന് സംശയിച്ചു പോകും. അതുപോലെയുള്ള പട്ടുകൂറ്റൻ വീടുകളും കെട്ടിടങ്ങളും. ഇടുക്കി, വയനാട്, ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് ചെന്നപ്പോൾ നഗരങ്ങളൊക്കെ കണ്ടാൽ എറണാകുളം നാണിച്ചു പോകും. ആ രീതിയിലുള്ള നഗരവൽക്കരണം. അല്ല, നഗരങ്ങൾ തന്നെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മൾ തൃശ്ശൂർ വരെ യാത്ര ചെയ്താൽ ഒറ്റ നഗരമായിട്ട് ഫീൽ ചെയ്യും. അതെ മുറിയുന്നില്ല. കേരളം ഒരു വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കും. ശരിയാ, കറക്റ്റാണ്. കേരളം ഒരു വലിയ ഹൗസിംഗ് കോളനി ആയിട്ട് മാറുകയാണ്. അങ്ങനെ മാറുകയും കൃഷിഭൂമി അപ്രസക്തമാവുകയും ഇത് വേണ്ട. ഇപ്പോൾ അടുത്ത തലമുറ, പുതിയ കുട്ടികൾ ആരെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരാളും ഇല്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളം ഒരു ഹൗസിംഗ് കോളനി ആവുകയും ഹൗസിംഗ് കോളനികളിൽ താമസിക്കാൻ ബംഗാളികളും ആസാമികളും വരികയും ചെയ്യും. വാടക കൊടുത്തിട്ട് നമ്മൾ പോകും. അതെ. ഇനിയിപ്പോൾ 40 ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. ഇവരിന്ന് നേരെ വോട്ടേഴ്സ് ലിസ്റ്റിലോട്ട് കയറും. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടോളൂ, ലക്ഷക്കണക്കിന് ആൾക്കാർ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യും. ബീഹാറികൾ, ബംഗാളികൾ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് പല ആൾക്കാർ ഇവിടെ ജോലിക്ക് വന്ന് ഇപ്പോൾ ആരുമില്ല, തമിഴന്മാർ വരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളവർ വരുന്നു. അവർ സംഭവിക്കാൻ പോകുന്ന, അവരിവിടെ വീട് വാങ്ങിച്ച് അവരിവിടെ കുടുംബതാമസമായി കഴിയുമ്പം മലയാളി ന്യൂനപക്ഷമാവും. അതെ, മലയാളി കേരളം എന്ന് പേര് മാത്രമേ ഉള്ളൂ. അത്രയുണ്ട്. കേരളം എന്നുള്ളത് കേരളം എന്നാക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആ കേരളത്തിൽ താമസിക്കാൻ മലയാളി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അതാണ് സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ ഈ മനോഹരമായ കേരളം മറ്റുള്ളവർ വന്ന് ചിലപ്പോൾ പരിപാലിച്ച് എങ്ങാനും കൊണ്ടുപോയാൽ ഇന്നത്തേതിനേക്കാൾ മനോഹരമാകുമെന്ന് വേണം നമുക്ക് സ്വപ്നം കാണാം. പക്ഷെ അതിനകത്ത് ഈ വന്ന് താമസിക്കുന്നവർ ഇന്ത്യക്കാർ തന്നെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ ഗൗരവമുള്ള വിഷയം. നമ്മൾ ബംഗാളി എന്നല്ലേ പറയുന്നത്. അതെ അതെ. ഇവൻ റോഹിംഗ്യനാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ CPM ഇപ്പോൾ എനിക്ക് പെരുമ്പാവൂർ മേഖലയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി CPM യൂണിയൻ ഉണ്ടാക്കും. അതെ അതെ അതെ. അപ്പോൾ അവരെ പതുക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, റേഷൻ കാർഡ് കൊടുക്കുക. ബംഗാളിൽ ഇവരെന്താണോ ചെയ്ത് അതിൻ്റെ ഒരു തനിയാവർത്തനം കേരളത്തിൽ നടത്താൻ പോകാം. വരാം. അപ്പോൾ കേരളത്തിൽ മലയാളികൾ വേണ്ട, നമുക്ക് പൊടി പിടിക്കാൻ പറ്റുന്ന ആളുകൾ മതി എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോരാൻ പറ്റുമോ നമുക്ക്? തിരിച്ചു വരാനുള്ള സാധ്യതകൾ വിരളമാണ്. ചില യാത്രകൾ അങ്ങനെയാണല്ലേ, പുറപ്പെട്ടു പോയാൽ തിരിച്ചു വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന കുടിയേറ്റം യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, ക്രിസ്ത്യൻ സമുദായം തീർന്നു, ഒരിക്കലും തിരിച്ചു വരില്ല. അതിൻ്റെ പിന്നാലെ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ ഫീൽഡുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് പറയാം, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ജാതി വ്യത്യാസമില്ലാതെ ഹിന്ദുക്കളുടെ കുത്തൊഴുക്കാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. അത് ഇന്ന രാജ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ കാത്തലിക് കൺട്രീസ് എന്നൊക്കെ ക്രിസ്ത്യൻ ഒരു കൺസർവേഷൻ ഉണ്ട്. ഹിന്ദുവിനൊന്നുമില്ല. എവിടെ ജോലി കിട്ടുന്നു അങ്ങോട്ട് പോവാണ്. അതെ, അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ, 2 പേരിൽ ഒരാൾ തമിഴ്നാട്ടിലും ഒരാൾ കർണാടകയിലും സ്ഥലം പിടിച്ചു. ഇനിയുള്ള കാലം അവിടെ ജീവിക്കാന്ന് പറയും. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ ചുരുക്കം ആളുകളല്ല, വൻതോതിൽ കേരളം നമുക്ക് നഷ്ടപ്പെടുവാണ് അല്ലേ? നഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പം കർണാടകത്തിൽ കൃഷി ചെയ്യാം, തമിഴ്നാട്ടിൽ ചെയ്യാം. ഞാൻ ഒറീസയിൽ കൃഷി ചെയ്ത അനുഭവമുള്ള ആളാണ്. അവിടെയൊക്കെ തുച്ഛമാണ് കൂലി, പക്ഷെ സമൃദ്ധമാണ് ജീവിതം. തൊഴിലാളിക്കും കർഷകനും എല്ലാവർക്കും സമൃദ്ധമാണ് ജീവിതം. എന്നാൽ ഇവിടെ തൊഴിലാളിക്കും ദരിദ്രമാണ്, മുതലാളിക്കും ദരിദ്രമാണ്. അപ്പോൾ കാർഷിക മേഖല കുറ്റിയറ്റു പോകുന്ന പോലെ മലയാളിയും ഇല്ലാതാവും. മലയാളി ഇല്ലാത്ത കേരളം ഒരുപക്ഷെ അതാണ് സംഭവിക്കാൻ കാണേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ നമുക്ക് ആയുസ് ഉണ്ടാവുമെങ്കിൽ നമ്മൾ തന്നെ കാണും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഉറപ്പായിട്ട് കാണും. ഇല്ല, കാണുകയല്ല, കാരണം അവരിവിടെ കാണുകയില്ല. ശരിയാണ്. ഏതായാലും നമ്മുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് നമ്മളൊരു ഈ സാധാരണ സംസാരിക്കുന്നതിൽ വ്യത്യസ്തമായൊരു സംസാരമാണ് ഇത്. കാതുള്ളവർ കാണട്ടെ, കണ്ണുള്ളവർ തിരിച്ചറിയട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.